മുനമ്പംകാരെ ഇറക്കിവിടില്ല, നികുതി അടയ്ക്കാൻ സംവിധാനമൊരുക്കും മുഖ്യമന്ത്രി. മുനമ്പ് വിഷയത്തിൽ വഖഫ് ബോർഡ് നടപടി ക്രമവിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മുനമ്പം രജിസ്റ്റർ ചെയ്യേണ്ടത് മുതവല്ലി. വഖഫ് ബോർഡിന്റെ നടപടി ദുരൂഹമെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യരെ ഇറക്കിവിടില്ല, സർക്കാർ ഉറപ്പു തരുന്നു. മുനമ്പത്ത് പ്രശ്നങ്ങൾ തീർത്തത് കോൺഗ്രസും മുസ്ലിം ലീഗുമാണെന്നും വി.ഡി. സതീശൻ. രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമമുണ്ടായി. അതിന് കുടപിടിക്കുന്ന നീക്കമാണ് LDF സർക്കാരിൽ നിന്നും ഉണ്ടായതെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. കേരളത്തിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സ്വപ്ന പദ്ധതികൾക്ക് സഹായം വേണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു. കേന്ദ്രവും ചില കാര്യങ്ങൾ മുന്നോട്ട് വച്ചു. പ്രത്യേക പദ്ധതികൾക്കായി സഹായം അഭ്യർത്ഥിച്ചു. കടമെടുപ്പിന്റെ പരിധിയിൽ നിന്ന് ദേശീയപാത വികസനത്തിനുള്ള തുക ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. കേന്ദ്രവിഹിതം ലഭിക്കാത്തതിന്റെ തടസ്സങ്ങൾ പരിശോധിക്കും. പരമാവധി തുക വാങ്ങിച്ചെടുത്ത് മുന്നോട്ടു പോകും. PM ശ്രീ പദ്ധതിയിൽ നിയമപരമായ ചർച്ച നടത്തിയ ശേഷം മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ധനവില സംസ്ഥാനത്തെ രൂക്ഷമായി ബാധിക്കും. ഇത് വിലക്കയറ്റത്തിന് കാരണമാകും. ഇന്ധന സെസ് കുറയ്ക്കുന്ന കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ല. 4 തവണയാണ് കൂട്ടിയത്. എല്ലാ പ്രത്യാഘാതവും പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കാൻ കഴിയൂവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ എടുത്തത് പ്രതികാര നടപടിയല്ല. മുൻ സർക്കാർ യഥാർത്ഥ റിപ്പോർട്ട് അട്ടിമറിച്ചു. പ്രതികാര നടപടിയല്ല. സംഭവത്തിന്റെ വീഡിയോ ഇല്ലെന്നും അത്തരത്തിൽ മർദ്ദനം നടന്നിട്ടില്ലെന്നുമുള്ള പച്ചക്കള്ളം പോലീസ് കോടതിയിൽ പറഞ്ഞു. എന്നാൽ ഇരകളായവർ അതിന്റെ വീഡിയോ കോടതിയിൽ ഹാജരാക്കി. ഇന്നും ചാനലുകളിൽ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ആരെങ്കിലും ആ ദൃശ്യം കണ്ടാൽ സഹിക്കുമോ? മക്കളുള്ള ആരെങ്കിലും കണ്ടാൽ അത് സഹിക്കുമോ? ഞാൻ അതാണ് പറഞ്ഞത്. ചില കാര്യങ്ങൾ മറക്കാനാകില്ല. ക്രൂരമായ മർദ്ദനമായിരുന്നു അതെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.